ആ ഷമീറെ. അബൂക്ക, ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടാ. സുധീർ സാർ നല്ല മനുഷ്യനാട്ടാ, എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ അബൂക്കൂടെ വന്നല്ല. ആ എടാ, അറബാബ് വിളിച്ചിരുന്നടാ. എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് അങ്ങോട്ട് എത്താൻ പറഞ്ഞു. ഓ, ഞാനിപ്പോൾ ഔട്ടറും കഴിഞ്ഞു ഷമീറെ. എന്നാ പിന്നെ ഞാൻ വരണ്ടല്ലേ? ഞാൻ ഇനി അങ്ങോട്ട് പോകാന്. അയാളെന്നെ കൊല്ലും, ഉറപ്പായിട്ടും കൊല്ലും. നിനക്കറിയോ, ദാ എന്റെ നെറ്റിയിൽ ഇങ്ങനെയാ തോക്കെടുത്ത് വെച്ചിരുന്നത്. നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഇരിക്കേണ്ട മനുഷ്യ, ഇതെന്നെ വെള്ളരിക്കപ്പെട്ടണോ? എന്റെ ബ്ലസ്സി നിനക്ക് മനസ്സിലാവാത്തോണ്ടാ. അയാളത് ചെയ്യും ബ്ലസ്സി. മെഞ്ഞാന്ന് വേറൊരു ഫ്രണ്ടിന് അയാൾ തോക്ക് ചൂണ്ടിന്നാ പറഞ്ഞു കേട്ടത്. അത് മാത്രല്ല, മാടായി അവസാനമായിട്ട് കണ്ടത് ഞാനാ. എല്ലാം കുഴപ്പാ. മാടായി അയാളുടെ കൊടുപ്പിന് ചാടി മരിച്ചതിന് സോണിച്ചൻ എന്നാ? എന്താ സോണിച്ചന്റെ ഇപ്പോഴത്തെ പ്രോബ്ലം? അയാൾ തോക്ക് ചൂണ്ടിയതാണോ അതോ മാടായി മരിച്ചതാണോ? എനിക്ക് മതിയായി. ഞാൻ എത്ര ഓണസ്റ്റ് ആയിട്ടും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലും ലാസ്റ്റ് കണ്ടില്ലേ? എനിക്ക് പേടിയാ. ഇപ്പൊ എന്താ വേണ്ടത് അത് പറയുന്നേ. നമുക്ക് ഈ നാട് വേണ്ട ബ്ലസ്സി. നമുക്ക് റിസൈൻ ചെയ്യാം. റിസൈൻ ചെയ്ത് നാട്ടിൽ പോവാം. സോണിച്ചൻ എന്നതൊക്കെയാ പറയുന്നേ? 3.5 കൊല്ലം രാവും പകരം മാട് പോലെ പണിയെടുത്തിട്ട് എനിക്ക് കിട്ടിയ പ്രൊമോഷനാ. ജോലി റിസൈൻ ചെയ്യാനോ? മടുത്ത് ബ്ലസ്സി, മടുത്ത് ഈ കണ്ടവന്റെയൊക്കെ ആട്ടും തുമ്പ് കേട്ടിട്ട്. നമുക്ക് നാട്ടിൽ പോവാം. നാട്ടിൽ പോയിട്ട് പോയിട്ട് പറ. നാട്ടിൽ പോയിട്ട് ഇവിടെ ഓഫീസിലെ 10-20 ആളുടെ മുന്നിൽ പട്ടിയായാ മതി.